പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക കവിതകൾ ഉറവിട്ടതിവിടം, മസനവിക്കുറവയാം അറബിക്കെട്ടിവിടം, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. പഠിക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കുക, ഒരു ജോലി നേടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മൂത്ത മോളാണ്, 2 ആള് താഴെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയ്ക്കും ആ ഒരു സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങിന്നരങ്ങായ മാരന്നോ, അരികിൽ വരവായി ബീവി, കാണാൻ വരവായി ബീവി. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ആക്കപ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പാട്ടുകാരി എനിക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. അതായത് ഇപ്പോൾ പാട്ട് പാടാനുള്ള ഒരു പെർഫെക്ഷൻ, അതല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നോ അവരാണ് വൈറലാവുക. അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കേട്ടോ. നമ്മളെ മലപ്പുറം ജില്ലക്കാരിയാണ്, കീശ്ശേരിയിലെ ആക്കപ്പറമ്പ് എന്ന സ്ഥലത്ത്. നമ്മളിതാ അവരെ വീട്ടിലുണ്ട്. സ്കൂളിൽ പോണ സമയമാണ്, പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. ഹലോ, നമസ്കാരം. പേര്? സിൽഷ. ഓക്കെ, നമ്മളൊരു പാട്ട് കേട്ടു, ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താ പറയുക, ആ കേട്ടപ്പോൾ മുതൽ കാണാൻ ആഗ്രഹം. അപ്പോൾ തിരക്കാണോ? അല്ല, ഞാൻ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പാട്ടുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾ പാട്ടിലേക്ക് വന്ന വഴികൾ, അതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, പേരെന്താണെന്ന് പറഞ്ഞേ? സിൽഷ. ഓക്കെ, നമ്മൾ ആ പാട്ട് കേട്ടു. നിങ്ങൾ ആ പാട്ട് കേട്ടപ്പോൾ മുതൽ കാണാൻ ആഗ്രഹമാണ്. സംഭവം നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, കീശ്ശേരി. കുഴപ്പമില്ല. പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഞാൻ പാരാമെഡിക്കൽ കോഴ്സ് ചെയ്യാണ്, കീശ്ശേരിയാണ് ചെയ്യണത്. ഓക്കെ അല്ലേ, അപ്പോൾ അവിടെ നിന്നാണ് ആ പാട്ട് നമ്മൾ കേട്ടത്. അതെ. അപ്പോൾ ചോദിക്കട്ടെ, അത്ര പെർഫെക്ഷൻ പാടണമെന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ പാട്ട് പഠിക്കൽ തുടങ്ങിയിട്ട്. ഇതിന്റെ മുന്നേ ഒന്നും പാട്ട് പഠിച്ചില്ല. അപ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എല്ലാ പാട്ടും, മാപ്പിള പാട്ട് എന്നില്ല എല്ലാ പാട്ടുകളും ഏകദേശമൊക്കെ പാടുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ട്രൂപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ട്രൂപ്പ് ഉണ്ട്, 2-3 ട്രൂപ്പുകൾ ഉണ്ട് ഇപ്പൊ നിലവില്. അത് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പോയി ചെയ്യും. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അറിയോ, ഇത്രയും നല്ല ഒരു പാട്ടൊക്കെ പാടുന്ന വ്യക്തി ഇതിന് മുമ്പ് എന്തുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈറലായി കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ക്ലാസ്സിന് പോലെ തുടങ്ങിയത് കൂടിയാണ്. പിന്നെ പാട്ട് പാടലും അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പാടി എന്നുള്ള ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് പാട്ട് പഠിച്ചതായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് വൈറലായി. ഒരു വിധം കേരളക്കാർ മൊത്തം പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യം അതാരാ കുറെ നേരം ആള് നിക്കണേ? അത് ചെറിയ മോനാണ്. മോനോ? ആ, മോന് ചെറിയ മോനാണ്. പിന്നെ മോനാ? അത് ശരി. അപ്പോൾ ഫാമിലി ഒക്കെ എങ്ങനെ വരുന്നപ്പോ? അപ്പോൾ 3 മക്കളാണ്. ഇവനാണ് ആദ്യം ചെറിയ മോന്. പിന്നെ ഇവന്റെ മൂത്ത 2 ആളുണ്ട്. ഇവന് മൂത്ത 2 ആൾ വേറെ ഉണ്ടാ? അപ്പൊ 3 മക്കളുള്ള ഒരു ഫാമിലിയിൽ ഒരാളാണല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും തോന്നൂലട്ടാ. അപ്പൊ നമുക്ക് ഫാമിലി പരിചയപ്പെട്ടാലോ അല്ലേ? ഓക്കെ, ആ മോനെ എന്നുള്ള വിളിയിലാണ് ഇപ്പൊ ഫാമിലി ഒക്കെ ഇത്ര വലിയൊരു ഫാമിലി ഒക്കെ ഉള്ള ആളാണ് അറിഞ്ഞാട്ടോ. അപ്പൊ എത്ര മോനാന്ന് പറഞ്ഞേ? എത്ര മക്കളെന്ന് പറഞ്ഞേ? 3 ആള്. അപ്പം ഇതാണ് ഏറ്റവും ചെറിയ ആള് അല്ലേ? ഇതാണ് നമ്മളെ ഹസ്ബൻഡ്. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നേ? ഞാൻ വർക്ക്ഷോപ്പ് ഫീൽഡാണ്, വണ്ടീൻ്റെ ഇലക്ട്രിക്കൽ വർക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ലുക്കാണ്. ഓക്കെ, നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം ഞങ്ങൾ 2010 ജനുവരി 31 ഓക്കെ, 15 വർഷം. 15 വർഷം. അപ്പോൾ ഈ പാട്ടിലേക്കുള്ള ആ ഒരു കാലെടുത്ത് എങ്ങനെ തുടങ്ങിയവര്, എങ്ങനെ സംഭവം എങ്ങനെയാണ്? ഇവള് ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്നൊക്കെ പാടാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എത്രത്തോളം നന്നായി പാടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഓരോ പരിപാടി, കല്യാണ പരിപാടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പാടുക അറിയും. പോക്ക് ഒറ്റയ്ക്ക് പാടാൻ ചിലപ്പോൾ മടിയും. ഇപ്പം ഞാൻ ഇപ്പോൾ നിന്നവർക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഓരോ കല്യാണ വീട്ടിലൊക്കെ പാടി പിന്നെ ആ പേടി മാറി. സ്റ്റേജ് പെർഫോമൻസ് പിന്നെ ആദ്യം ഇല്ലായിരുന്നു കേട്ടോ. സ്റ്റേജിലൊന്നും കയറി പിന്നെ സ്കൂളിൽ ഇവിടെയൊക്കെ കയറി പാടി പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജസ്റ്റ് സപ്പോർട്ടോടെയും കൊടുത്തപ്പോൾ ഒന്നും കൂടി ഉഷാറായി. പേര് പറഞ്ഞില്ല? എൻ്റെ പേര് ബൈജു.
ഓക്കെ. ഇപ്പോൾ അധികം മാപ്പിളപ്പാട്ടാണ്. നമ്മൾ പഠിച്ച സംഗീതം കർണാട്ടിക്കാണ് പഠിക്കാനുള്ളത്. അത് മാപ്പിളപ്പാട്ട് നല്ല എല്ലാ പാട്ടും പാടും. നമ്മൾ ആ കണ്ടതും കേട്ടതൊക്കെ ഫുൾ മാപ്പിളപ്പാട്ടാണ് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു പാട്ട് അല്ലേ? ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൊട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൊട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ചോദിക്കാൻ പറ്റിയ സംഗതി ഉണ്ട്. കല്യാണം അടിപൊളിയായി കഴിഞ്ഞു അല്ലേ? ലവ് മാരേജ് ആണോ? അല്ലല്ല, അറേഞ്ച്ഡാണ്. ആ ഒരു കല്യാണത്തിന്റെ നിങ്ങൾ തമ്മിലുണ്ടായ ആ സംഗതി പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരുമിച്ച് കൂടിയെന്നുള്ളതൊക്കെ? ഞങ്ങള് ഇത് അറേഞ്ച്ഡ് മാരേജ് അന്നൊക്കെ എന്ന് പറഞ്ഞാല് എനിക്ക് +2 കഴിഞ്ഞേരം +2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ 3 മക്കളാണ്, പെൺകുട്ടികളാണ്. മൂത്ത ആളാണ് ഞാന്. കല്യാണം ഉണ്ടായത് അതായത് ഒരു അമ്മായിന്റെ മോന്റെ കല്യാണത്തിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ സമയത്ത് ഒരു മാമൻ പറഞ്ഞു കല്യാണം കഴിക്കാനുള്ള കുട്ടിയാണ്, അപ്പോൾ ഒരു കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്ന് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ സാധാരണ പറഞ്ഞപ്പോൾ വന്ന് പിന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ അന്നൊരു കുട്ടീനെ നോക്കിയിട്ടില്ലായിരുന്നോ, ആ കുട്ടിയുടെ കല്യാണം മുടങ്ങി പോയിട്ടുണ്ട്, ഇതാണെങ്കിൽ നോക്കുകൊണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ മുഖാന്തരം അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ എൻ്റെ വലിയ ഏട്ടനോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിജു പറയും. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു കാണാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി, പറ്റി, കണ്ടു, ഇഷ്ടപ്പെട്ടു, പരസ്പരം സംസാരിച്ചു. അല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയല്ല, എൻ്റെ അച്ഛനും അമ്മയാണ് കല്യാണത്തിന് പോയത്. ആ സാഹചര്യത്തിലാണ് അച്ഛൻ കണ്ടത്. അമ്മയും അച്ഛനും കണ്ടു, എൻ്റെ കുടുംബക്കാർ മൊത്തം കണ്ടു. അന്ന് ഞാൻ കണ്ടില്ല. പിന്നെയാണ് ഇവര് മാലിടുന്ന ടൈമായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ കാണാൻ വന്നതൊക്കെ. അപ്പൊ അച്ഛൻ കണ്ട ആ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ മരുവാനാണ് എന്നുള്ളതില്. അച്ഛന് ഇഷ്ടമായി. പിന്നെ വന്നപ്പോ പിന്നെ എല്ലാവർക്കും +2 പഠിക്കുന്ന ടൈമല്ലേ? +2 പഠിക്കുന്ന ടൈം. ഇല്ല, പഠിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കുക, ഒരു ജോലി നേടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മൂത്ത മോളാണ്, 2 ആള് താഴെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയ്ക്കും ആ ഒരു തുറന്നോളെ അസർ മുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിൻ നിണയായ കണ്ണേ, ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർ മുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിൻ നിണയായ കണ്ണേ, സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങിന്നരങ്ങായ മാരൻ, അരികിൽ വരവായി ബീവി, കാണാൻ വരവായി ബീവി, ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർ മുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിൻ നിളയായ കണ്ണേ. സൂപ്പർ. ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമില്ല. എങ്കിലും പറയട്ടെ, ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചോണ്ടാണോ ഈ പാട്ട് തന്നെ പാടി? ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഈ പാട്ട്. നല്ല പാട്ടാണ് അല്ലേ? ഒരു കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. മാത്രമല്ല നല്ല ശബ്ദമാണ് കേട്ടോ. നല്ല ഇഷ്ടമായി. കാരണം വെച്ചാല് ഏത് പിച്ചിൽ പാടിയാലും ശബ്ദം നല്ല അടിപൊളി തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്തോണ്ടാവൂലേ അത്? അതുള്ള ഹാർഡ് വർക്ക് കൊണ്ടാ. ഇന്ന് രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കും. 4 മണിയാകുമ്പോൾ വെച്ചിട്ട് ഇവിടുന്ന് സാരിഗമ പദനിസ പാടിയിട്ട് പ്രാക്ടീസ് തുടങ്ങും. അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് ഏത് പാട്ട് പാടുമ്പോൾ അതിന്റെ ഹൈ പിച്ചും ലോ പിച്ചും പോകുമ്പോൾ അതിന്റെ ശബ്ദം കറക്റ്റ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ ശബ്ദം നല്ല ശബ്ദമാണെന്നൊക്കെ? അധികം ആളുകൾ അങ്ങനെ പറഞ്ഞു. ഞാൻ സംഗീതം പഠിക്കാത്ത സമയത്ത് തന്നെ എല്ലാവരും പറയും സംഗീതം പഠിക്കണം, ശബ്ദം നല്ല ശബ്ദമാണെന്ന് അധികം പറയും. ഓക്കെ, എനിക്ക് തോന്നുന്നു എക്കോ ഇല്ലാതെ തന്നെ നിങ്ങളെ സൗണ്ട് ചെറിയൊരു എക്കോ ഉണ്ട്.
അല്ലേ? പക്ഷെ അത് എക്കോ എഫക്റ്റ് ഉണ്ട് സൗണ്ടിന്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പാട്ടും കൂടി, ഒരു പഴയ പാട്ട് പാടും, മാപ്പിളപ്പാട്ട്. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം. നിസാമിക്ക കവിതകൾ ഉറവിട്ടതിവിടം, മസനവിക്കുറവയാം അറബിക്കെട്ടിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. സൂപ്പർ. താങ്ക് യു. താങ്ക് യു. എല്ലാ പാട്ടും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ ഞാൻ പറയാൻ കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ പങ്കെടുക്കാണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആ കമന്റുകൾ കുറെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണത്, എന്തുകൊണ്ട് ഇതിനു മുമ്പ് വന്നില്ല എന്നല്ല. അപ്പൊ ഓഡീഷനിൽ എന്താണ് പങ്കെടുത്തില്ല? ഓഡീഷനിൽ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ടല്ല, അങ്ങനെ ഒരു അവസരം ഇതുവരെ ഉണ്ടായില്ല. അതെ. പക്ഷെ അത് മാപ്പിളപ്പാട്ടാണെങ്കിൽ ഇപ്പൊ അധികം മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ ഉള്ളത്. അതില് അത് സപ്പോർട്ട് ചെയ്യാനും, അത് എങ്ങനെ, ഞാനിപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പം അത് ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ അത് സക്സസ് ആവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഓഡിഷനിലൊന്നും പങ്കെടുക്കാൻ. അപ്പൊ എന്തായാലും തുടർന്നുള്ള വഴികൾ കണ്ടാലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഈ കീശേരിയുടെ കലാകാരിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ കേട്ടോ. കാരണം പാട്ടുകളൊക്കെ പാടുകയാണെങ്കിൽ അസാധ്യ പെർഫോമൻസ് ആണ് അല്ലേ? ഇത് ഇങ്ങനെ പാടാനായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഈസിയായിട്ട് പാടി പോവാണോ? അല്ലല്ല, ഞാൻ കുറേ ടൈം എനിക്ക് വേണം ഒരു പാട്ട് പാടണമെങ്കിൽ, കുറച്ച് ടൈം എനിക്ക് വേണം പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവരെ പറയാന്ന് വെച്ചാൽ, ഇവരെ പഠിപ്പിച്ചെടുത്ത ഗുരുനാഥന്മാരുണ്ടാവും അല്ലേ? കുറെ ആൾക്കാരുണ്ടാവില്ല. എവിടെ പാട്ട് പഠിക്കുന്നത്? അപ്പം ഞാൻ ഇപ്പോൾ തൃപ്പഞ്ചി JSR അടുത്താണ് ക്ലാസിക്കൽ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ എന്നെ ഈ ഗാനമേള ട്രോഫിക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ ആളില്ല. എന്താ, പ്രമോദ് വെളുത്തെടുത്ത് എന്നാണ് മൂപ്പര പേര്. എന്താണ്, മൂപ്പരാണ് ഇനി ഇവിടെ പാടിയാൽ മതിയില്ല, ഇനി ഗാനമേളകളിലൊക്കെ പാടി തുടങ്ങണം എന്ന് പറഞ്ഞ ആള്, പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രമോദേട്ടനാണ്. നിർഭാഗ്യവശാൽ ഇപ്പൊ ഇല്ല. അതായിരുന്നു എൻ്റെ ഒരു ബലം. അപ്പൊ എന്തായാലും പേരെന്നൊരു പറഞ്ഞേ? സിൽഷ എന്നാണ് പേര്. ഓക്കെ. ആളെ പേര് സിൽഷ എന്നാണ്. അപ്പോൾ നമ്മൾ സിൽഷ ഈ ഒരു താരത്തിൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ.